എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്നുള്ള ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള രണ്ടാമത്തെ ക്ലാസ് ആണിത്. ആദ്യത്തെ പാർട്ടിലാണ് തെർമൽ എക്സ്പാൻഷൻ എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫോക്കസ് ഏരിയയിൽ 2 ടോപ്പിക്സ് മാത്രമേ തന്നിട്ടുള്ളൂ ഈ ചാപ്റ്ററിൽ നിന്ന്. അപ്പം നമുക്ക് ഫുൾ മാർക്ക് എന്തായാലും ഈ പാർട്ടിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം നന്നായിട്ട് കേട്ട് പഠിക്കുക, ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, നന്നായിട്ട് ഡെഫിനിഷൻസ് ഒക്കെ നന്നായിട്ട് പഠിക്കുക. അപ്പം ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്നുള്ളതിൽ അത് മാത്രമേ ഒരു ഫോക്കസ് ഏരിയയിൽ തന്നിട്ടുള്ളൂ. അപ്പം ആ 11.8 എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നമുക്ക് അതൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ടേംസും ഒന്ന് നന്നായിട്ട് പഠിക്കാം. ഈ പാട്ടിൽ നമുക്ക് ന്യൂമറിക്കലൊന്നും വരാൻ ചാൻസ് ഇല്ല. എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് ഇക്വേഷൻ വൈസ് അത് ഫോക്കസ് ഏരിയയിൽ അങ്ങനെ സ്ട്രെസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് വൺ സ്റ്റേറ്റ് ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ടു അനദർ സ്റ്റേറ്റ് ഓഫ് ദ സബ്സ്റ്റൻസ് ഈസ് നോൺ ആസ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓഫ് ദ സബ്സ്റ്റൻസ്. അപ്പോൾ ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ തൊട്ടേ നമ്മൾ പഠിക്കുന്ന ഫേസ് ട്രാൻസിഷൻ ആണ് അല്ലേ. നമ്മൾ ഒരു വസ്തു അതിൻ്റെ വിവിധ രൂപങ്ങളിലേക്ക് മാറുന്ന, അതായത് നമ്മൾ സോളിഡ്, ഗ്യാസ്, ലിക്വിഡ് എന്നുള്ള സ്റ്റേറ്റിലേക്കൊക്കെ മാറുന്ന പ്രോസസ്സാണ് എന്ത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പം അതിനെല്ലാം ഓരോരോ പേരുണ്ട്, അതാണ് നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ടത്. അപ്പം സോളിഡ് ടു ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൽറ്റിംഗ് ആണ്. അപ്പം ലിക്വിഡ് ടു സോളിഡ് എന്താണ്? ഫ്രീസിങ് ആണ്. അതേപോലെ ലിക്വിഡ് ടു ഗ്യാസ് വേപ്പറൈസേഷൻ, ഗ്യാസ് ടു ലിക്വിഡ് കണ്ടൻസേഷൻ. അപ്പോൾ ഇത്രയും ടേംസ് നന്നായിട്ട് ഓർമ്മിച്ച് വെക്കുക. എസ്പെഷ്യലി നമ്മൾ മലയാളം മീഡിയത്തിൽ പഠിച്ചതാകുമ്പോൾ നമുക്കത് ടേംസ് ശരിക്കും ഓർമ്മിക്കാൻ പറ്റിയെന്ന് വരണമെന്നില്ല, പക്ഷെ നന്നായിട്ട് ഓർമ്മിക്കുക. അപ്പം മെൽറ്റിങ് ഇത് നമുക്ക് എന്തായാലും കിട്ടും. ഈ കണ്ടൻസേഷൻ, വേപ്പറൈസേഷൻ, കണ്ടൻസേഷൻ നമുക്ക് മനസ്സിലുണ്ടെങ്കിലും ആ ടേം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, അതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, എനിക്കൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പം ടേം നന്നായിട്ട് പഠിക്കുക, ഡെഫിനിഷനും പഠിക്കുക. അപ്പം സോളിഡ് ടു ലിക്വിഡ് മെൽറ്റിംഗ്, ലിക്വിഡ് ടു സോളിഡ് ഫ്രീസിങ്, ലിക്വിഡ് ടു ഗ്യാസ് വേപ്പറൈസേഷൻ, ഗ്യാസ് ടു ലിക്വിഡ് കണ്ടൻസേഷൻ, സോളിഡ് ടു ഗ്യാസ് ഡയറക്റ്റ് കൺവേർഷൻ ഫ്രം സോളിഡ് ടു ഗ്യാസ് എന്താണ്? സബ്ലിമേഷൻ, ഗ്യാസ് ടു സോളിഡ് എന്താണ്? സോളിഡിഫിക്കേഷൻ. ഓക്കെ, ഇത്രയാണ് നമുക്കുള്ള ഫേസ് ട്രാൻസിഷൻസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ അവിടെ കഴിഞ്ഞു എന്ന്. ഇല്ല, അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കൂടി നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പം ഇതിൻ്റെ ഡെഫിനിഷൻസ്: ദ ചേഞ്ച് ഫ്രം സോളിഡ് ടു ലിക്വിഡ് ഫേസ് ബൈ ദ അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ് അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഈസ് കോൾഡ് മെൽറ്റിംഗ്. ഇതാണ് നമ്മുടെ മെൽറ്റിങ്ങിൻ്റെ ഡെഫിനിഷൻ. നമ്മൾ ആദ്യം പറഞ്ഞത് ആ ജസ്റ്റ് ട്രാൻസിഷൻസിൻ്റെ പേര് മനസ്സിലാക്കി വെച്ചു. പക്ഷെ ഡെഫിനിഷൻ പറയുമ്പം ചേഞ്ച് ഫ്രം സോളിഡ് ടു ലിക്വിഡ് ഫേസ് ബൈ ദ അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഈസ് കോൾഡ് മെൽറ്റിംഗ്. ഈ ടേം കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഈ ഫേസ് ട്രാൻസിഷൻ്റെ സമയത്ത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് നമ്മളൊരു തെർമോമീറ്റർ അതിൽ വെച്ച് കഴിഞ്ഞാൽ തെർമോമീറ്റർ ഫുൾ 100 ഡിഗ്രി സെൽഷ്യസ് ത്രൂ ഔട്ട് ദ പ്രോസസ്സ്, ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വാപ്പറൈസ് ചെയ്യുമ്പോൾ, ഇതിപ്പോൾ മെൽറ്റിങ്ങിൻ്റെ പറയുന്നത്, ഞാൻ റിയൽ ലൈഫിൽ നമ്മൾ ദിവസം കാണുന്ന ഒരു സംഭവമാണ് എന്ത്? വെള്ളം തിളപ്പിക്കുന്നത്. അപ്പം അവിടെ ലിക്വിഡ് ടു ഗ്യാസ് കൺവേർഷൻ കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്നത് വരെ എത്രയാണ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ? എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പം തെർമോമീറ്റർ 100 ഡിഗ്രി സെൽഷ്യസ് കാണിക്കും. ഇത് പറഞ്ഞ് എല്ലാവരും പോയിട്ട് തെർമോമീറ്റർ എടുത്ത് വെള്ളത്തിലിടരുത്. അപ്പം നമ്മൾ ലബോറട്ടറി തെർമോമീറ്റർ യൂസ് ചെയ്യണം. അതേപോലെ നമ്മൾ പാത്രത്തിൽ മുട്ടാൻ പാടില്ല തെർമോമീറ്ററിൻ്റെ ബൾബ്. അതൊക്കെ പ്രിക്കോഷൻസ് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ എടുക്കേണ്ടതാണ്. പക്ഷേ നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലാബിൽ വെച്ച് മെഷർ ചെയ്യണം. എന്താ പറയുക, കൃത്യമായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പം അതിൽ കാണാൻ നമുക്ക് ഫുൾ 100 ഡിഗ്രി സെൽഷ്യസ് ആണ് കാണിക്കുക. അതാണ് ഈ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ദ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ സോളിഡ് ചേഞ്ചസ് ടു എ ലിക്വിഡ് ഈസ് കോൾഡ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദ സോളിഡ്. ഓക്കെ, അപ്പോൾ മെൽറ്റിംഗ് പോയിന്റ് എന്നുള്ളത് എന്താണെന്നും ഡിഫൈൻ ചെയ്യുക. ആ ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, അതാണ് എന്ത്? മെൽറ്റിംഗ് പോയിന്റ്. അപ്പം ഈ മെൽറ്റിങ്ങിൻ്റെ തന്നെ എഫക്ട്സ്, അതിൻ്റെ കുറച്ച് എക്സ്റ്റൻഷനായിട്ട് പഠിക്കാനുള്ളത് എന്താണ്? ചേഞ്ച് ഇൻ വോള്യം ഓൺ മെൽറ്റ് ചെയ്യുമ്പം അതിൻ്റെ വോള്യത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് എത്രയാണ്? എങ്ങനെയാണ് അത് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? മോസ്റ്റ് ഓഫ് ദ സബ്സ്റ്റൻസസ് ലൈക്ക് ലെഡ്, വാക്സ് എക്സെട്ര എക്സ്പാൻഡ് ഓൺ മെൽറ്റിംഗ്, ബട്ട് സം സബ്സ്റ്റൻസസ് ലൈക്ക് ഐസ് കോൺട്രാക്ട് ഓൺ മെൽറ്റിംഗ്. അതായത് മെൽറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അത് കോൺട്രാക്ട് ചെയ്യണം. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ.
എങ്ങനെയാ? when water is cooled from 4 degrees Celsius to 0 degrees Celsius it expands. that is called as anomalous expansion of water. അപ്പോൾ അത് ഇവിടെ പറഞ്ഞിരിക്കുന്ന മെൽറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ടെമ്പറേച്ചർ ഹീറ്റ് കൊടുത്തിട്ട് ടെമ്പറേച്ചർ കൂടുകയാണ്. അപ്പം സം സബ്സ്റ്റൻസസ് ലൈക്ക് ഐസ് കോൺട്രാക്ട് ഓൺ മെൽറ്റിംഗ്. അപ്പോൾ അതൊരു സ്പെഷ്യൽ കേസാണ്. അപ്പം നമുക്ക് എല്ലാ മെറ്റീരിയൽസിനും സെയിം റിലേഷൻ പറയാൻ പറ്റില്ല വോള്യത്തിൽ. മോസ്റ്റ് ഓഫ് ദ സബ്സ്റ്റൻസസ് എക്സ്പാൻഡ് ഓൺ മെൽറ്റിംഗ് ബട്ട് സം സബ്സ്റ്റൻസസ് ലൈക്ക് ഐസ് കോൺട്രാക്ട് ഓൺ മെൽറ്റിംഗ്. അതേപോലെ എഫക്റ്റ് ഓഫ് പ്രഷർ ഓൺ ദ മെൽറ്റിംഗ് പോയിന്റ്. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദ സബ്സ്റ്റൻസ് വിച്ച് കോൺട്രാക്ട് ഓൺ മെൽറ്റിംഗ്, അതായത് ഐസ്, നമ്മൾ പഠിച്ച എക്സാമ്പിൾ ഐസ്, വാട്ടർ ഐസ് എന്നുള്ള ആ കോമ്പിനേഷനിൽ ഇറ്റ് ഡിക്രീസസ് ബൈ ഇൻക്രീസ് ഇൻ പ്രഷർ. melting point of substances which contract on melting decreases by the increase in pressure. ഇത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. On the other hand, the melting point of the substance such as wax, lead, അതായത് commonly ഉള്ള substances, അതായത് നമ്മുടെ substance which expand on melting, ആ കാറ്റഗറി പെടുന്ന substancesനെ എന്താണ്? the melting point will increase by increase in pressure. അതായത് നോർമൽ മെറ്റീരിയൽസിന് എന്താണ്? പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉള്ള നമ്മുടെ ഐസിന് എന്ത് പറ്റും? എന്താണ്? the melting point will decrease by increase in pressure. അതായത് അവിടെ ഇൻവേഴ്സ് പ്രൊപ്പോർഷനാലിറ്റി ആണ്. ഇനി ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്താൽ എന്ത് പറ്റും? the melting point of a substance decreases by the presence of impurities in it. ഓക്കെ, മെൽറ്റിംഗ് പോയിന്റ് കുറയും എന്ത്? ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. എക്സാമ്പിൾ തന്നിരിക്കുന്നത് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് ഡിക്രീസസ് ഫ്രം 0 to -22 degrees Celsius on mixing salt to it in proper proportion. This fact is utilized in making the freezing mixture by adding salt to ice. The freezing mixture is used in preparing kulfis. അതായത് നമ്മൾ നാട്ടിൽ നമ്മൾ സൈക്കിളിലൊക്കെ മറ്റേ കൂളർ കൊണ്ടുപോകില്ലേ, കൂളറിൽ അതിൽ മത്സ്യമൊക്കെ കൊണ്ടുവരുമ്പം അല്ലെങ്കിൽ ഐസ്ക്രീമിന് അതിൽ ഉപ്പിടില്ലേ, നമ്മൾ ഐസിൻ്റെ വലിയ ക്യൂബ് ഉണ്ടാവും, അതിൽ നമ്മൾ ഉപ്പിടും. അതെന്തുകൊണ്ടാണ്? നമ്മൾ ഒരുപാട് നേരം നമ്മൾ ഫ്രിഡ്ജോ ഫ്രീസറോ ഒന്നല്ല എടുക്കുന്നത്. അപ്പം അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്യാൻ നോർമലി 0 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ത്? മെൽറ്റിംഗ് പോയിന്റ്. അതിലും കുറക്കും. അപ്പോൾ നമ്മളത് കുറേ നേരം പുറത്ത് വെച്ച് കഴിഞ്ഞാലും ആ -22 ഡിഗ്രി സെൽഷ്യസിലേക്കൊന്നും നമ്മുടെ നാട്ടിലൊന്നും ടെമ്പറേച്ചർ എത്തില്ല അല്ലേ? അപ്പം അത് മെൽറ്റിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത്? ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ഫേസ് ട്രാൻസിഷൻ അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്താണ്? വേപ്പറൈസേഷൻ ഓർ ബോയിലിംഗ്. അപ്പോൾ അതെന്താണ്? ഇത് ചേഞ്ച് ഫ്രം ലിക്വിഡ് ടു ഗ്യാസ് ഓർ വേപ്പർ ഫേസ് ഓൺ അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഇസ് കോൾഡ് വേപ്പറൈസേഷൻ. And the particular temperature at which vaporization occurs is called the boiling point of liquid. അതേപോലെ the change from vapor to liquid phase on rejection of heat at a constant temperature is called condensation or liquefaction. And the particular temperature at which the condensation occurs is called condensation point of vapor. ഇതൊക്കെ നമ്മൾ ഡെഫിനേഷനായിട്ട് പഠിക്കേണ്ടതാണ്. നമുക്ക് ആ ഫേസ് ട്രാൻസിഷൻ ഏതാണ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സെൻറ്റൻസ് നമുക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം എപ്പോഴും ഓർമ്മിക്കേണ്ട എന്താണ്? ഏതൊരു ഫേസ് ട്രാൻസിഷൻ്റെ സമയത്തും നമ്മൾ ആ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ എന്നുള്ളത് സ്ട്രെസ് ചെയ്യണം. ഓക്കെ, ഇനി ദ എഫക്റ്റ് ഓഫ് പ്രഷർ ഓൺ ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റ് ഓഫ് എ ലിക്വിഡ് increases with increase in pressure and decreases with decrease in pressure. അപ്പോൾ boiling point of a liquid increases with increase in pressure and decreases with decrease in pressure. അപ്പോൾ അവിടെ എന്താണ് പറയുക? നമ്മൾ പ്രഷർ കുക്കർ യൂസ് ചെയ്യുന്നത് നമുക്കിവിടെ എക്സാമ്പിളായിട്ട് പറയാം. പ്രഷർ കുക്കറിനകത്ത് നമ്മൾ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പം ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ആവും. ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ 100 ഡിഗ്രി സെൽഷ്യസിലാണ് എന്ത്? ബോയിലിംഗ് നടക്കുന്നത്. അപ്പം ആ 100 ഡിഗ്രി സെൽഷ്യസിന് പ്രഷർ കുക്കറിനകത്തേക്ക് 125 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വരും. ഓക്കെ, അപ്പോൾ 125 പ്രഷർ കുക്കറിനകത്ത് 100 ഡിഗ്രി സെൽഷ്യസിന് പകരം ബോയിലിംഗ് പോയിന്റ് എന്ത് വരും? 125 ഡിഗ്രി സെൽഷ്യസ് വന്നു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ദ പ്രോസസ്സ് അത് ഫുൾ വാപ്പറായിട്ട് മാറുന്നത് വരെ ആ
ആ പ്രഷർ കുക്കറിനകത്തുള്ള ടെമ്പറേച്ചർ എത്രയാണ് 125 വരെ ആവും. അപ്പം നമ്മുടെ ഫുഡ് മെറ്റീരിയൽസിന് ഒരുപാട് ഹീറ്റ് കിട്ടും. അങ്ങനെയാണ് ഭക്ഷണ സാധനങ്ങൾ വേഗത്തിൽ കുക്കാവുന്നത്. അതേപോലെ തന്നെ നമ്മൾ വലിയ ആൾട്ടിറ്റ്യൂഡ്സിൽ, അതായത് ഹില്ലി ഏരിയാസിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ എന്താണ്, പ്രഷർ കുറയുകയാണ്. പ്രഷർ കുറയുമ്പോൾ എന്ത് പറ്റും, ഇവിടെ പറഞ്ഞ പ്രകാരം ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ പ്രഷർ അല്ലേ, ബോയിലിംഗ് പോയിന്റ് ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ പ്രഷറാണ്. അപ്പോൾ എന്ത് പറ്റും, ഡിക്രീസ് ഇൻ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കുറയുമ്പം ബോയിലിംഗ് പോയിന്റ് ഡിക്രീസ് ആവും. അപ്പോൾ അതായത് ഈ 100 ഡിഗ്രി സെൽഷ്യസിന് പകരം ചിലപ്പോൾ ഒരു 80 ഡിഗ്രി സെൽഷ്യസിലൊക്കെ വെള്ളം ബോയിലാവാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത്ര അപ്പം കുക്ക് ചെയ്യാൻ ഈസി അല്ലേ എന്ന്. അല്ല, അത് 80 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഹീറ്റ് കണ്ടൻറ്റും കുറവായിരിക്കും. അപ്പം ഫുഡ് മെറ്റീരിയൽസിന് കിട്ടുന്ന ഹീറ്റ് കണ്ടൻറ്റ് കുറവായിരിക്കും ആ ഒരു ടെമ്പറേച്ചറിൽ. അപ്പം കുക്കിംഗ് ഡിഫിക്കൽട്ടാവും. ഇനി നമുക്ക് എഫക്റ്റ് ഓഫ് ഇംപ്യൂരിറ്റീസ് ഓൺ ദ ബോയിലിംഗ് പോയിന്റ് നോക്കാം. ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുമ്പം ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് എ ലിക്വിഡ് ഇൻക്രീസസ് ബൈ ദ അഡീഷൻ ഓഫ് ഇംപ്യൂരിറ്റീസ് ടു ഇറ്റ്. അപ്പം ഇഫ് കോമൺ സോൾട്ട് ഈസ് ആഡഡ് ടു വാട്ടർ ഇറ്റ് ബോയിൽസ് അറ്റ് എ ടെമ്പറേച്ചർ ഹയർ ദാൻ 100 ഡിഗ്രി സെൽഷ്യസ്. ഹെൻസ് we add salt while cooking pulses because the salt in water provides sufficient heat energy to its contents. അപ്പോൾ നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അമ്മമാരോടൊക്കെ ചോദിച്ചാൽ അറിയാം, ടിപ്സാണ് അതൊക്കെ അല്ലേ. നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുക്കിംഗ് ഫാസ്റ്റ് ആവും. അതെന്തുകൊണ്ടാണ്, ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ആവും. ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ആകുമ്പോൾ അത്രയും ഹീറ്റ് കണ്ടൻറ്റ് ഫുഡ് മെറ്റീരിയൽസിന് കിട്ടും. ഓക്കെ, അതാണ് അതിൻ്റെ അപ്ലിക്കേഷൻ ഇൻ റിയൽ ലൈഫ് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് പഠിക്കുക. ഈ എല്ലാ റിലേഷനും ഇംപ്യൂരിറ്റീസും അതൊക്കെ ഉള്ളത് നന്നായിട്ട് പഠിക്കുക. പിന്നെ ഒരു ടേം പഠിക്കാനുള്ളതാണ് റിജലേഷൻ. റിജലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. റിജലേഷൻ ഇസ് ദ ഫിനോമിനൺ ഓഫ് ഐസ് മെൽറ്റിംഗ് അണ്ടർ പ്രഷർ ആൻഡ് റീഫ്രീസിംഗ് വെൻ ദ പ്രഷർ ഇസ് റിഡ്യൂസ്ഡ്. ഇൻ ഷോർട്ട്, ദ ഫിനോമിനൺ ഇൻ വിച്ച് ഐസ് കൺവേർട്സ് ടു ലിക്വിഡ് due to the applied pressure and then reconverts to ice once the pressure is removed. That is called as regelation. Okay, മൈക്കൽ ഫാരഡേ ആണ് റിജലേഷൻ ഡിസ്കവർ ചെയ്തത്. നമുക്കറിയാം, നമ്മളൊരു 2 ഐസ് ക്യൂബ് എടുത്തിട്ട് ഒന്ന് മേലെ മേലെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് നമുക്കറിയാം പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് മെൽറ്റ് ആവും. പക്ഷേ ഈ 2 ഐസ് ക്യൂബുകൾ തമ്മിൽ സ്റ്റിക്ക് ചെയ്യും. അത് രണ്ടും കൂടി കമ്പൈൻ ആയിട്ട് വലിയൊരു ഐസ് ക്യൂബ് പോലെ ഇരിക്കും, സ്റ്റിക്ക് ആയിരിക്കും. അത് ഫുള്ളായിട്ട് അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിൻ്റെ ഇടയിൽ അത് അങ്ങോട്ട് ഒട്ടിക്കിടക്കും. അതെന്താ പറ്റുന്നത് വെച്ചാൽ ആ മെൽറ്റ് ചെയ്തത് പിന്നെയും എന്ത് പറ്റുകയാണ്, പിന്നെയും അത് ഫ്രീസായിട്ട് ഐസ് തന്നെ ആവുകയാണ് ആ കോൺടാക്റ്റിൽ വരുമ്പോൾ. അവിടെ നമ്മളൊരു സ്ട്രെസ്സ്, ഒരു ഐസ് ക്യൂബിൻ്റെ മേലെ മറ്റേ ഐസ് ക്യൂബ് വെക്കുമ്പോൾ എന്താ പറ്റുന്നത്, അവിടെ ഒരു സ്ട്രെസ് അപ്ലൈ ചെയ്യണം. അപ്പോൾ അത് കാരണം ഈ പ്രഷർ ഡിഫറൻസ് വരുമ്പം മെൽറ്റ് ചെയ്ത് പിന്നെ ആദ്യം റീഫ്രീസ് ആവും. ആ ഒരു ഫിനോമിനനാണ് എന്ത്, റീജലേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ടോപ്പിക് നമുക്ക് പഠിക്കാനുള്ളത്, നമ്മുടെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിരിക്കുന്ന ആ പാർട്ടിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു എക്സ്ട്രാ കണ്ടന്റ് ആണ് എന്ത്, ട്രിപ്പിൾ പോയിന്റ്. ട്രിപ്പിൾ പോയിന്റ്, ദ ടെമ്പറേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ് റിമെയിൻസ് കോൺസ്റ്റന്റ് ഡ്യൂറിങ് ഇറ്റ്സ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. അതാണ് നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരുന്നത്. എ ഗ്രാഫ് ബിറ്റ്വീൻ ദ ടെമ്പറേച്ചർ T ആൻഡ് ദ പ്രഷർ P ഓഫ് ദ സബ്സ്റ്റൻസ് ഇസ് കോൾഡ് ഫേസ് ഡയഗ്രാം. ഓക്കെ, PT ഡയഗ്രാം. ഇവിടെ എന്താണ്, പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള ഡയഗ്രാം ഗ്രാഫാണ് തന്നിരിക്കുന്നത്. The figure shows the phase diagram of water and carbon dioxide. Such a phase diagram divides the PT plane into a solid region, the vapor region and the liquid region. The regions are separated by the curve such that the sublimation curve, fusion curve and vaporization curve. 3 curves ആയിട്ട് ഇതിനെ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് എന്ത്, ഈ ഗ്രാഫിന്. The points on sublimation curve represent states in which the solid and vapor phase coexist. അതായത് ട്രിപ്പിൾ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ഫേസ്, നമ്മളിപ്പം പഠിച്ച 3 ഫേസും ഒന്നിച്ച് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാടൊന്നും ഇതിനെപ്പറ്റി നിങ്ങൾക്ക് വരില്ല ക്വസ്റ്റ്യൻ, പക്ഷേ ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ, ഇത് ഒന്ന് വാട്ടറിൻ്റെയും മറ്റേത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയാണ്. ഫസ്റ്റ് എന്താണ്, പ്രഷർ ടെമ്പറേച്ചർ ഫേസ് ഡയഗ്രാം ഫോർ വാട്ടർ ആൻഡ് സെക്കൻഡ് ഡയഗ്രാം എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഗ്രാഫാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഇത് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റ് കോ എക്സിസ്റ്റ് ടുഗെദർ, അത് ഒന്നിച്ച് വരുന്ന ഒരു പോയിൻ്റാണ് എന്ത്, ട്രിപ്പിൾ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം വാട്ടറിൻ്റെ ട്രിപ്പിൾ പോയിന്റ് എന്ന് പറയുന്നത് എത്രയാണ്, 273.16 കെൽവിൻ. ഈ വാല്യൂ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഈ ഗ്രാഫ് കണ്ടു കഴിഞ്ഞാലും നമ്മളത് അറിഞ്ഞിരിക്കണം. ഇവിടെ ഡിഗ്രി സെൽഷ്യസിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം 273.16 കെൽവിനാണ് എന്ത്, വാട്ടറിൻ്റെ
ട്രിപ്പിൾ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഡെഫിനേഷനും the temperature and pressure at which the fusion curve, vaporization curve and sublimation curve meet and all the three phases of a substance coexist is called the triple point. അപ്പം അത് നിങ്ങൾ പഠിച്ചിരിക്കണം. ആ ട്രിപ്പിൾ പോയിന്റ് എന്താണെന്നുള്ളത് പഠിച്ചിരിക്കണം. ഓക്കെ, അതും പിന്നെ വാട്ടറിൻ്റെ ട്രിപ്പിൾ പോയിന്റ്. ഇനി നമുക്ക് ചേഞ്ച് ഓഫ് ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 11.8 എന്ന് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അത് 11.81 ആയിട്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്നത്. അപ്പോൾ നമുക്കത് എന്താണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട. അപ്പം ലേറ്റൻറ്റ് ഹീറ്റ് ലേറ്റൻറ്റ് എന്നുള്ളതിൻ്റെ വേർഡ് മീനിങ് എന്ന് വെച്ചാൽ ഹിഡൻ, ഒളിഞ്ഞു കിടക്കുന്ന ഹീറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ഫേസ് ട്രാൻസിഷൻ്റെ സമയത്ത് ടെമ്പറേച്ചർ മാറുന്നില്ല. ടെമ്പറേച്ചർ മാറാതിരിക്കുമ്പോഴും പക്ഷെ നമ്മൾ ഈ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് എവിടെയാണ് പോകുന്നത്? നമ്മുടെ കൺസർവേഷൻ ഓഫ് എനർജി പ്രിൻസിപ്പിൾ പ്രകാരം ഹീറ്റ് എവിടെയും പോകാൻ പാടില്ല, അല്ലേ? നമ്മളത് ലോസ് ആവാൻ പാടില്ല. പക്ഷെ അത് ലോസ് ആവുന്നില്ല. പക്ഷേ അവിടെ ഫേസ് ട്രാൻസിഷന് വേണ്ടിയിട്ട് ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ, നമ്മുടെ സോളിഡ് ടു ലിക്വിഡ് ആവണമെങ്കിൽ ആ സോളിഡിൽ ബോണ്ട്സ് സ്ട്രോങ് ആയിരിക്കും. അത് എന്താ പറയുക, അത് ബ്രേക്ക് ആയിട്ട് വേണം ലിക്വിഡ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രോസസ്സുകൾക്ക് വേണ്ടി യൂസ് ചെയ്യണം നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് എനർജി. അപ്പോൾ ആ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് എനർജി ഫോർ ഫേസ് ട്രാൻസിഷൻ Q, ദാറ്റ് ഈസ് ഈക്വൽ ടു M ഇൻറ്റു L. അപ്പോൾ അതായത് Q ഈക്വൽസ് ML. Q എന്ന് പറഞ്ഞാൽ ഹീറ്റ് എനർജി, M മാസ് ഓഫ് ദ സബ്സ്റ്റൻസ്, L ഈസ് കോൾഡ് ആസ് ദ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ദ സബ്സ്റ്റൻസ്. അപ്പം L ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ M. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ യൂണിറ്റ്? Qൻ്റെ യൂണിറ്റ് എന്താണ്? Q എന്ന് പറഞ്ഞാൽ ഹീറ്റ് സപ്ലൈഡ്. അപ്പോൾ അത് ജൂൾസ്, ജൂൾ പെർ മാസ് എന്താണ്? കിലോഗ്രാം. ഓക്കെ, ജൂൾസ് പെർ കിലോഗ്രാം ആണ് അതിൻ്റെ യൂണിറ്റ് വരിക. അത്ര മാത്രം പഠിച്ചാൽ മതി, ഒരുപാടൊന്നും പോകണ്ട. ചിലപ്പോൾ ക്വസ്റ്റ്യൻ തന്നാലും നിങ്ങൾക്ക് ഈ ഒറ്റ ഇക്വേഷനിൽ Q ഈക്വൽസ് ML, ഏത് ഫേസ് ട്രാൻസിഷൻ ആണോ അതിൻ്റെ ലേറ്റൻറ്റ് ഹീറ്റ് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരും. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ നമുക്ക് ചാൻസ് ഇല്ല, പക്ഷേ വന്നാലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെയുള്ള ഒരു കേർവ് കൂടി പഠിക്കുക, ടെമ്പറേച്ചർ വേഴ്സസ് ഹീറ്റ് ഫോർ വാട്ടർ അറ്റ് 1 atmospheric pressure. അപ്പം ടെമ്പറേച്ചറും ഹീറ്റും തമ്മിലുള്ള ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഹീറ്റ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു റൂം ടെമ്പറേച്ചറിൽ സോളിഡ് ഫേസിൽ നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താണ്, അവിടെ നിന്ന് ഒരു 0 ഡിഗ്രി സെൽഷ്യസ് എത്തിയപ്പോഴേക്ക് എന്താണ്, ഇത് ഐസ് മെൽറ്റ് ആവും, അല്ലേ? ആ മെൽറ്റ് ആവുമ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറാണ്, അല്ലേ? ആ കോൺസ്റ്റൻറ്റ്, പിന്നെ അവിടെ ടെമ്പറേച്ചർ മാറുന്നില്ല, 0 ഡിഗ്രി സെൽഷ്യസ്. ആ ഫുൾ ഐസ് മെൽട്ടായിട്ട് വെള്ളമായി മാറിയതിന് ശേഷം പിന്നെ അതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുകയാണ് നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്തുകൊണ്ട്. അപ്പം ലിക്വിഡ് ഫേസ് ആ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആയി എത്ര എത്തും? 100 ഡിഗ്രി സെൽഷ്യസ് എത്തി. 100 ഡിഗ്രി സെൽഷ്യസ് എത്തിയപ്പോഴേക്കും എന്ത് പറ്റി? ഇവിടെ എന്താണ്, അത് അവിടെ ബോയിലിംഗ് ആയി, അല്ലേ? ബോയിലിംഗ് കഴിഞ്ഞിട്ട് അത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുകയാണ്. അപ്പോൾ അവിടെയും നമുക്ക് എന്താണ്, 100 ഡിഗ്രി സെൽഷ്യസിൽ ത്രൂ ഔട്ട് ആ ഫുൾ വാട്ടർ വേപ്പറായിട്ട് മാറുന്നത് വരെ അതിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഗ്രാഫ് വരക്കാൻ വന്നു കഴിഞ്ഞാൽ എവിടെയാണോ ഫേസ് ട്രാൻസിഷൻ ഉള്ളത് അവിടെ നമ്മൾ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആയിരിക്കണം. പിന്നെ നമുക്ക് വെള്ളത്തിൻ്റെ തന്നെ വാട്ടറിനെ എപ്പോഴും ചോദിക്കുള്ളൂ എന്ന് വെച്ചാൽ അതാണ് നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ലിക്വിഡ്, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലേ? നമ്മൾ എല്ലാ എക്സാമ്പിൾസ് പഠിക്കുമ്പോൾ നമുക്കറിയാം അതാണ് വാട്ടറാണ് നമ്മൾ മെയിനായിട്ട് എടുക്കുക. ലിക്വിഡിൻ്റെ എക്സാമ്പിളിൽ എപ്പോഴും വാട്ടറാണ് എടുക്കുക. അപ്പം 0ഉം 100ഉം നമുക്ക് എല്ലാവർക്കും അറിയാം. 0 മെൽറ്റിംഗ് പോയിൻറ്റും 100 ബോയിലിംഗ് പോയിൻ്റാണ്, ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് ഓർമ്മിക്കണം. ഓക്കെ, അപ്പം ഫേസ് ട്രാൻസിഷൻ്റെ സമയത്ത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും എന്നുള്ളത് കൂടി ഓർമ്മിക്കുക. നമ്മൾ എല്ലാ ഡെഫിനിഷനിലും അത് പറയുന്നുണ്ട്. അപ്പം അത് ഓർമ്മിച്ച് വെക്കുക, ഈ ഗ്രാഫ് കൂടി ഒന്ന് ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ ഇത്രയും മാത്രം പഠിച്ചാൽ മതി. ഈ പാർട്ട് 1 കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ പാർട്ട് 1 കാണുക. അതിൽ കുറേ ഉണ്ട് ക്വസ്റ്റ്യൻസ്, അതിൽ ന്യൂമറിക്കൽ ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്ത് പഠിക്കുക. ഞാനതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം എത്രയും പെട്ടെന്ന് ഞാൻ അടുത്ത ചാപ്റ്റർ തെർമോഡൈനാമിക്സിൻ്റെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് പഠിക്കാൻ പാകത്തിനാക്കിയിട്ട് അടുത്ത ക്ലാസ് എടുക്കാം. എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ക്ലാസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും.
അപ്പം അടുത്ത ക്ലാസ് എടുക്കുമ്പോഴേക്ക് ഈ പറഞ്ഞ ഈ ചാപ്റ്ററിൻ്റെ 2 പാർട്ട് നന്നായിട്ട് കേട്ട് പഠിക്കുക, ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, ഒരു പ്രാവശ്യം അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും വായിക്കണം, വിട്ട് കളയരുത്. 2 മാർക്കേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വിടരുത്. 2 മാർക്കെങ്കിൽ 2 മാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും പഠിച്ചാൽ മതി. ഓക്കെ, ഇത്രയും മാത്രം പഠിച്ചാൽ മതി. അപ്പം അടുത്ത ക്ലാസ്സിൽ തെർമോഡൈനാമിക്സ് ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.